പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിത പുസ്തകം 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതായത് കുഞ്ഞുനാളിൽ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് വലുതാവുമ്പോൾ അതിൽ നിന്ന് മാറുകയില്ല. നമുക്കറിയാലോ പ്രിയ, വളർത്തു ദോഷം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, വളർത്തു ദോഷം. അത് കുഞ്ഞിന് വളർത്തിയത് ശരിയായില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്താനാണ് നാം ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ നോക്കിയേ, ഒരു കുഞ്ഞിനെ അവൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം, അവൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മേടിച്ച് ആ കുട്ടീനെ ഒരു വിഷമം അറിയിക്കാതെ ഒരു കറക്ഷൻ നടത്തി കഴിഞ്ഞ് കുട്ടിക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് കറക്ഷനില്ല, എല്ലാതും ആ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായത് മാത്രം. പ്രിയ സഹോദരങ്ങളെ, ആ കുട്ടി വഷളായി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുഞ്ഞിനെ ശാസിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ആ കുട്ടിയെ ശാസനയെ നേരിടാനുള്ളൊരു ആത്മബലം കിട്ടുകയാണ്. എന്തുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഈ ആത്മഹത്യയൊക്കെ വളരെയധികം നമ്മുടെ നാടുകളിൽ കൂടാനുള്ള ഒരു കാരണം എന്താണ്? അതായത് ചെറിയൊരു പ്രതിസന്ധി കുട്ടിയുടെ മുമ്പിൽ വരുമ്പോൾ എല്ലാം തകർന്നു എന്ന് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പ്രിയ സഹോദരങ്ങളെ മനഃശക്തി, ആത്മശക്തി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ വലിയ ഫോർമേഷനും നമ്മൾ നല്ല ഉന്നതമായ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഈ മനഃശക്തി, ആത്മശക്തി നമ്മുടെ പൂർവ്വികർക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് സഹോദരങ്ങളെ. അവരെ ഒരു സ്കൂളിലൊക്കെ അവർ വിട്ടിരുന്നെങ്കിലും തതുല്യമായ വേറൊരു സ്കൂളിങ് വീട്ടിലുണ്ട്. വഴക്ക്, വക്കാണം, പ്രാർത്ഥന, ഇതൊക്കെ ആനുപാതികമായിട്ട് ഈ സൈഡിലൂടെ കൊടുത്തിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു ഭാഗത്ത് സ്കൂളിങ് കറക്റ്റായിട്ട് വിടുന്നുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യം, ഒരു പരിശീലനമുണ്ട്. അതിൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വീഴ്ച വരുന്നു എന്നുള്ളത് അത് വലിയ, ശരിക്കും നാളെ അത് നമ്മുടെ കണ്ണീരിനെ അത് കാരണമാകും എന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് ഈ വചനം പ്രത്യേകിച്ച് അച്ഛന് പറയാനുള്ളത്, മാതാപിതാക്കൾ പഠിക്കണം, കുഞ്ഞുങ്ങൾ പഠിക്കണം. ശൈശവത്തിൽ തന്നെ കുഞ്ഞുനാളിൽ നടക്കേണ്ട വഴി പരിശീലിക്കും, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അവൻ ആ വഴി തന്നെ പോകും. നന്മയുടെ മാർഗം പറഞ്ഞു കൊടുത്തൊരു കുട്ടിയാണെങ്കിൽ നന്മയിലൂടെ പോകും. യേശു ക്രിസ്തുവിനെ ചെറുപ്പത്തിൽ കൊടുത്തൊരു കുട്ടിയാണെങ്കിൽ യേശു പറഞ്ഞ വഴിയിലൂടെ മാത്രമേ പോവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിലും പോവില്ല. പോയാൽ തന്നെ വേഗം തിരിച്ചു വരും. ഇത് പരിശീലിപ്പിച്ചില്ലെങ്കിൽ, ആ യേശു വഴിയിലൂടെ നടക്കാൻ നമ്മൾ പരിശീലിപ്പിച്ചില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നാളെ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോയതിനെ പ്രതിജ്ഞ നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കൾ, വൈദികർ, ശരിക്കും ഈ കാറ്റീസും പരിപാടികളൊക്കെ ഇതല്ലേ സഹോദരങ്ങളെ? നമ്മൾ ഈ ഫുൾ അറ്റൻഡൻസും അതൊന്നും വേണ്ടെന്നല്ലാണ്ട് ഞാൻ പറയുന്നത്, അത് വേണം. പിന്നെ അതിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ 12 വർഷം അല്ലെങ്കിൽ 15 വർഷം പഠിച്ച കുട്ടിക്ക് യേശു എന്ന വ്യക്തിയിൽ എത്ര ബോധ്യമുണ്ട്. യേശുവിന് വേണ്ടി തൻ്റെ ഒരു ചെറിയ ഇഷ്ടം പോലും ത്യജിക്കാൻ കൂട്ടാക്കാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്താ സഹോദരങ്ങൾ ഫെയ്ത്ത് ഫോർമേഷൻ എന്താ നടക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും, ഒരു കുട്ടിയുടെ ഫസ്റ്റ് കാറ്റീസൺ ടീച്ചർ എന്ന് പറയുന്നത് പാരൻ്റാണ്, അപ്പനും അമ്മയാണ്. രണ്ടാമതാണ് പിന്നെ വികാരിയച്ഛൻ, കാറ്റീസൺ ടീച്ചേഴ്സ്. അവർ 2, 3, 4 സ്ഥാനങ്ങളൊക്കെയാണ്. അപ്പോൾ പേരൻസ് ഓർക്കേണ്ടത് നമ്മളുടെ വിശ്വാസ പരിശീലനത്തിൽ വീഴ്ച വന്ന കാരണം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കൂടെയല്ലേ, ഈ പാരൻസിൻ്റെ കൂടെയല്ലേ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പാരൻസ് മുൻകൈ എടുക്കണം. അച്ഛന്മാർ തീർച്ചയായിട്ടും അവിടെ മുമ്പുണ്ട്. പിള്ളേരെ വിടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് ഉണ്ട്. നമുക്കതൊക്കെ ടീച്ചേഴ്സൊക്കെ വലിയൊരു സംഭവമല്ലേ. നമുക്ക് നോക്കുക സഹോദരങ്ങൾ, ഒരു ഞായറാഴ്ച ഒരു ഹാഫ് ഡേ കംപ്ലീറ്റ് അതിന് വേണ്ടി അധ്യാപകർ മാറ്റിവെക്കുകയാണ്. അതൊക്കെ നമ്മുടെ സഭയിലെ വലിയ ശുശ്രൂഷകളാണ്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വചനം മറക്കണ്ട. സുഭാഷിതം 22:6. കർത്താവിന്റെ അഭിഷേകം ഞങ്ങളിലും കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.